തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പ്രചരിപ്പിച്ച പോറ്റിയെ കയറ്റി എന്ന പാരഡി പാട്ടിൽ അന്വേഷണം നടത്താൻ സൈബർ ഓപ്പറേഷൻ വിങ്ങിനെ നിയോഗിച്ചിരിക്കുന്നു. ADGP H. വെങ്കിടേഷ് പരാതി സൈബർ ഓപ്പറേഷൻ വിങ്ങിന് കൈമാറിയിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. ആ പാട്ടിന്മേൽ ഒരു കേസെടുക്കാനുള്ള ഇലമെന്റ് എന്താണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഇലമെന്റ് ഈ പ്രാഥമിക പരിശോധനയിൽ തന്നെ കാണുന്നുണ്ടോ? ഇനി നിയമോപദേശമടക്കം തേടേണ്ട ഒരു സാഹചര്യമുണ്ടോ? സൈബർ സെല്ലിന്റെ പരിശോധനയ്ക്കായി ഏത് രീതിയിലാണ് ഇപ്പോൾ DGPക്ക് ലഭ്യമായ പരാതി ADGPയിലൂടെ കൈമാറ്റപ്പെട്ടിരിക്കുന്നത്? പ്രജീഷ്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മേൽക്കൈ ഉണ്ടായതിൻ്റെ ഒരു കാരണം ഈ ശബരിമല സ്വർണ്ണപ്പാളി മോഷണ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പാരഡി ഗാനം അതാണ് എന്ന് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. UDFന്റെ നേതാക്കൾ തന്നെ അത് ഏറ്റുപാടുകയും പാർലമെന്റിന് മുന്നിൽ ആ പാരഡി ഗാനം ഏറ്റുപാടുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകിയത്. അതായത് ഈ ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു ഭക്തിഗാനത്തിൻ്റെ പാരഡിയായി ഇറക്കിയ ഈ രാഷ്ട്രീയ ഗാനം അത് വലിയ തോതിൽ അയ്യപ്പ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തി. അതുപോലെ തന്നെ ആ പാട്ട് പൊളിറ്റിക്കലി, അതായത് മതവികാരം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലാണ് ആ പാട്ടിൻ്റെ ഉപയോഗം എന്നൊക്കെയുള്ള രീതിയിലൊരു പരാതിയാണ് നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് മേധാവി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പോലീസ് മേധാവി ഈ പരാതി ADGP H. വെങ്കടേഷിന് കൈമാറി. H. വെങ്കടേഷ് ഇപ്പോൾ നമ്മുടെ കേരള പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻ വിങ്ങിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് സൈബർ ഓപ്പറേഷൻ വിങ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ അവർ പരിശോധിക്കുന്നത് ഈ പാട്ടിനകത്ത് ഏതെങ്കിലും തരത്തിൽ അപകീർത്തികരമായ പരാമർശങ്ങളുണ്ടോ, അപകീർത്തികരമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് വകുപ്പെടുത്ത് കേസെടുക്കാൻ കഴിയും. ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ഈ പാട്ട് തയ്യാറാക്കിയവർക്കെതിരെ നടപടി വേണം, അതുപോലെ തന്നെ ഈ പാട്ട് ഉപയോഗിച്ചവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇത് UDFും ഒപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ NDAയും ഈ പാട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഈ പാട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഒരു മതബിംബങ്ങൾ ഉപയോഗിച്ചതിന്റെ പരിധിയിൽ വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സൈബർ ഓപ്പറേഷൻ വിങ് പരിശോധിക്കുന്നത്. ഏതായാലും ഈ പാട്ടുമായി ബന്ധപ്പെട്ട് പാരഡി ഇത് ആദ്യമായിട്ടല്ല ഇറങ്ങുന്നത്. എത്രയോ തവണ ഈ പാട്ട് 70 കാലഘട്ടത്തിന് ശേഷം ഇത് ഈ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും സ്വാമി കാലിക്കുമത്തെ സ്വാമിയായിപ്പോ എന്ന് തുടങ്ങുന്ന പാട്ടുമായി ബന്ധപ്പെട്ട് എത്രയോ പാരഡി ഗാനങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നത് കൈരളി TV-യിൽ, അതായത് പാർട്ടി ചാനലിൽ ഈ ഒരു പാട്ട് മുൻപ് കലാഭവൻ അടക്കം ഇത് പാടിയതായി കേട്ടിട്ടുണ്ട്. നേരിട്ട് അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ പാട്ട് കേന്ദ്രീകരിച്ച് ഒരു പാരഡി ഗാനം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് മാറ്റി നിർത്തുക, അത് കഴിഞ്ഞിട്ടൊരു ഈ ഭക്തിഗാനത്തെ വികലപ്പെടുത്തി, അല്ലെങ്കിൽ അത് ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭക്തിഗാനത്തിൻ്റെയൊക്കെ തന്നെ വൈകാരിക ഭാവങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് നിലനിൽക്കുമോ അത് നിയമപരമായി? പ്രജീഷ്, ഇപ്പോൾ കേരളത്തിൽ പാരഡി ഗാനങ്ങൾ എത്രത്തോളം പല രീതിയിൽ നമ്മൾക്കറിയാം. ആഘോഷവേളകളിൽ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കലാഭവൻ മാത്രമല്ല, കേരളത്തിൽ മലയാളത്തിൽ പാരഡി ഗാനങ്ങളുടെ ഉപജ്ഞാതാവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന VD രാജപ്പൻ തന്നെ ശബരിമല അടക്കമുള്ള ഭക്തിഗാനങ്ങളെ എത്ര രീതിയിൽ, എത്ര ഹാസ്യാത്മകമായ ചില സാമൂഹിക തിന്മകൾക്കെതിരെ ആ പാട്ടുകൾ പാരഡി രൂപത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അതെല്ലാം മലയാളി ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ പാട്ട് പാരഡി രൂപത്തിൽ പുറത്തിറങ്ങുമ്പോൾ അത് സ്വാഭാവികമായും LDFന് എതിരെ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. മാത്രമല്ല, ഈ മുറിവിൽ ഉപ്പ് തേക്കുന്നത് പോലെ ഈ തോൽവിക്ക് ശേഷം അത് എനിക്ക് തോന്നുന്നത് PC വിഷ്ണുനാഥ് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ്